ഷംനാദ് വേൾഡ് വ്ളോഗറിൻ്റെ പുതുമയാർന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൽമന്ദിറിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നാം ഭാഗത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണേ. എമിറേറ്റ്സ് പാർക്ക് സൂവിലോട്ട് പോകുന്ന വഴി ഇത് തന്നെയാണ്. സൂവിലോട്ട് നമുക്കൊരു ദിവസം പോകണം. ഏതായാലും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒന്നാം ഭാഗത്ത് അബുദാബി ബസ് സ്റ്റേഷൻ, പൈനാപ്പിൾ ടവർ, അതുപോലെ തന്നെ എയർപോർട്ട്, ഷെയ്ഖ് സായിദ് മസ്ജിദൊക്കെ നമ്മൾ കണ്ടായിരുന്നു. തികച്ചും അത്ഭുതം തന്നെയാണ് അൽമന്ദിറിലോട്ട് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ. ഒറ്റപ്പെട്ട പട്ടണമായ മുഷവാക്കും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അതാ മനോഹരമായ കാഴ്ച നിങ്ങൾ കണ്ടോ? ഒരു നേപ്പാളികളാണെന്ന് തോന്നുന്നു. അറബി വീട്ടിലേക്ക് ജോലിയായി ബന്ധപ്പെട്ട് ആ അറബി സ്ത്രീ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അസ്തമയ സൂര്യനെയും കണ്ടുകൊണ്ട് നമ്മുടെ ഈ ഒരു ബസ് അൽമന്ദിറിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ നമ്മൾ മരുഭൂമി കണ്ടുകൊണ്ട് അൽമന്ദിറിലേക്ക് പോവുകയാണ്. നമ്മുടെ നാട് മരങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ ഇവിടെ ഉള്ള സ്ഥലത്ത് പച്ചപ്പ് വെച്ച് പിടിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതാ ദീർഘദൂരം ഒട്ടകങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ആടുജീവിതം അനുഭവിക്കുന്ന ഒരുപാട് പേർ എന്നും കാണും. അതുപോലെ തന്നെ ഞാൻ ആ ഒരു ഒട്ടകത്തിൻ്റെ കുറേ ഭാഗം കഴിഞ്ഞ് വരാൻ നേരത്ത് അതാ ആ ഒരു ഭാഗത്തും നമുക്ക് ഈ ഒരു ചെറ്റക്കൂര പോലെ, ചെറിയൊരു കുടിൽ പോലെ നമുക്കവിടെ കാണാൻ സാധിക്കും. അവർ കഷ്ടപ്പെട്ട് അവിടെ കഴിയുമായിരിക്കും. ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടായിരിക്കാം. ഇത് റോഡ് സൈഡിലാണ്. ഇതുപോലുമല്ലാതെ ഉള്ളിലോട്ട് കിടക്കുന്ന ആടുജീവിതം അനുഭവിക്കുന്ന ഒരുപാട് പേര് കാണും. അതെല്ലാം കണ്ടുകൊണ്ട് ഇതാ അൽമന്ദിറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു വെള്ളം നമ്മുടെ കയ്യിൽ തന്ന് ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അതിനുശേഷം നമ്മളവിടെ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് മരുഭൂമി കണ്ടിട്ടുണ്ടായിരുന്നു. അത് എടുക്കൽ അനുവദനീയമല്ല. അപ്പോൾ അതിനുശേഷം ഒരു കൗണ്ടറുണ്ട്, ക്ലോക്ക് റൂമുണ്ട്. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട്, എയർപോർട്ട് മാതിരിയുള്ള ചെക്കിങ്ങാണ്. ആകാശത്തുദിച്ച് നിൽക്കുന്ന ആ ഒരു ചന്ദ്രനും അതാ വെളിച്ചം പകർന്ന ബാബ്സ്. അങ്ങനെ ബാബ്സിൽ അതാ പ്രസാദം കിട്ടി. ആ ചോക്കോബാറും വെള്ളമാണ്. യു എ വന്നിട്ട് ആദ്യമായിട്ടാണ് ചോക്കോബാർ ഞാൻ തിന്നുന്നത്. അങ്ങനെ എല്ലാവരും മണിയടിച്ച് ഞാനും അടിച്ച്. അപ്പോൾ ആ കാണുന്ന അതാണ് വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്ന അകം. അങ്ങോട്ട് ഞാൻ കയറിയില്ല. പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങി. ഫെബ്രുവരി 14 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. മാർച്ച് 1 മുതൽ ജനങ്ങൾക്ക് പ്രവേശനം ലഭിച്ചും തുടങ്ങി. മെയ്യിലാണ് ഞാൻ ഇവിടേക്ക് എത്തുന്നത്. ജാതിമതഭേദമന്യേ എല്ലാവരും എത്തുന്ന അബുദാബി മന്ദിർ ശരിക്കും വിസ്മയകരമാണ്. സ്വന്തം നാടും വീടും വിട്ട് പ്രവാസത്തിൽ മുഴുകുന്ന ഓരോരുത്തരും തീർച്ചയായും ഒരു വട്ടമെങ്കിലും അബുദാബിയുടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. അബുദാബിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു അമ്പലമുണ്ടെന്നും ഇവിടേക്ക് എത്തണമെന്നും ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ
നല്ല രീതിയിൽ കണ്ടു. അതാ അവസാനത്തെ വീഡിയോ എടുത്തുകൊണ്ട് ഇനി അവിടെ പോകുമോ എന്നറിയാതെ നമ്മൾ ഇവിടെ വാങ്ങുകയാണ്.